എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഈ റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ അപ്പൂപ്പൻ, അതായത് ഞങ്ങൾ ഞാനും എൻ്റെ ചേച്ചി അച്ഛ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അച്ഛനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അപ്പൂപ്പനെ അച്ഛ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അപ്പൂപ്പനാണ് ഈ ചിക്കൻ കറി, പിന്നെ കായൽ മീനൊക്കെ ഉണ്ടായാലും അതൊക്കെ വെക്കുന്നത് എൻ്റെ അപ്പൂപ്പനാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കണക്ക് ബോയിലർ കോഴിയല്ല, നമ്മളെ വീട്ടിൽ വളർത്തുന്ന നാടൻ കോഴിയാണ് പണ്ട് കാലത്ത് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും ടേസ്റ്റൊന്നും കിട്ടത്തില്ല, എന്നാലും ഞാനും ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ചിക്കൻ എന്ന് പറയുന്നത് ഈ ചെറുതായിട്ട് കട്ട് ചെയ്യണേ, നാടൻ ഈ നമ്മൾ സാധാരണ കണക്ക് വലുതായിട്ടല്ല ചിക്കൻ വയ്ക്കുന്നത്, ചെറിയ ചെറിയ പീസാക്കിയാണ് വീട്ടിലുമൊക്കെ ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിങ്ങനെ അത് കട്ട് ചെയ്യുന്നത് തന്നെ കാണാനൊരു നല്ല രസമാണ്. കാരണം നമ്മൾ ഈ ചിരവയുണ്ടല്ലോ, തടിയുടെ ചിരവ, അതിങ്ങനെ കമത്തി വെച്ചിട്ട് ആ ചിരവ ഇന്നും എൻ്റെ വീട്ടിലുണ്ട്. ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്, അത് നല്ല രസം അത് കാണാം. അപ്പൂപ്പൻ്റെയൊക്കെ അവരെയൊക്കെ ഓർമ്മ ആ ചിരവയൊക്കെ കേട്ടോ. അപ്പോൾ അതിങ്ങനെ കമത്തി വെച്ചിട്ട് അതിൻ്റെ ആ സൈഡിലാണ് കത്താൾ വെച്ച് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ അന്നത്തെ ആ രീതിയൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ കമത്തിയിട്ടിട്ട് അതിനകത്ത് വെച്ചാണ് ഇറച്ചി ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അവർ വയ്ക്കുന്ന അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ വേണ്ടുന്ന സാധനങ്ങളാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. അപ്പം ഞാനൊരു 250 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ മെയിനായിട്ട് വേണ്ടുന്നത് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, മുളകിന് ഇഷ്ടമുള്ളവർക്ക് 2-3 മുളകൊക്കെ ഇടാം. ഞാനിവിടെ 2 മുളക് ഇടുന്നുള്ളൂ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഒരു തക്കാളി, പിന്നെ ചിക്കൻ കാണിച്ചല്ലോ. ഇനി അതിന് വേണ്ടുന്ന മുളകൊക്കെയാണ് ഇതാണ്ട്. കാശ്മീരി മുളക് 2 സ്പൂൺ, നമ്മൾ എരിയുള്ള മുളക് സാദാ മുളക് 2 സ്പൂൺ, 3 സ്പൂൺ മല്ലിപ്പൊടി. അധികം മല്ലിപ്പൊടിയാണ് ഈ കറിക്ക് ചേരുന്നത്. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഉപ്പ്. ഇത്രയും സാധനമാണ്. ആദ്യമേ നമുക്ക് ഉപ്പിടാം. ഉപ്പ് ആവശ്യത്തിനിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇനി ഈ പൊടികളെല്ലാം കൂടെ ഇതിലോട്ട് തട്ടിയിടാം. ഇത്രയും പൊടിയും ഈ ചിക്കനകത്തോട്ട് തട്ടിയിടാം. അപ്പോൾ എന്താണ്ട് ചിക്കൻ ഞാൻ വരട്ടിയുണ്ട്. ഈ ചിക്കൻ്റെ മേളിലോട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? 1 സ്പൂൺ കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് എണ്ണ ഒഴിച്ച് അടച്ച് വെച്ചേക്കുക. നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ. ഒഴിച്ചിങ്ങനെ അടച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് നല്ലോണം വാട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്, മൺചട്ടിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ മൺചട്ടിയിലോട്ട് ഇത് ഉരുളിയിലൊക്കെയാണ് വയ്ക്കുന്നത്. ഇപ്പോൾ ഉരുളി വേണ്ട, നമുക്ക് മൺചട്ടി എടുക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ എന്താണ്ട് എണ്ണ തിളച്ചിടുന്നുണ്ട്. അതിനകത്ത് നമുക്ക് 1 സ്പൂൺ കടുകിടാം. ഈ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് ഇടാം. ഒരു 4 വറ്റൽമുളക്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില, അതിൻ്റെ കൂടെ തന്നെ തേങ്ങാക്കൊത്ത്. ഇതെല്ലാം നല്ലോണം മൂക്കണം. നല്ലോണം ഒന്ന് മൂക്കട്ടെ. ഇനി നമുക്ക് അതിനകത്തോട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചതച്ചത് കേട്ടോ. പേസ്റ്റല്ല, ഞാൻ ചതച്ചതാണ്. അതും ഒന്ന് മൂക്കണം. പഴയകാല ഒരു കറിയാണ് വെക്കുന്നത് കേട്ടോ. എങ്ങനെ ഒക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഒപ്പിച്ചെടുക്കണമല്ലോ. അപ്പോൾ ആ ടേസ്റ്റ് ഒന്ന് അറിയാം. ഇനി എൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് ഇടാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയും സവാളയും കൂടെ അതിലോട്ടിടാം. ഒരു കാര്യം മറന്നുപോയി, ചെറിയ ഉള്ളി
രണ്ടായിട്ട് പിളർക്കത്തില്ല, മുഴുവനെ തന്നെ ഇട്ടേക്കുക കേട്ടോ. അരിഞ്ഞിടത്തില്ലേ, അതേപോലെ തന്നെ ഇട്ടേക്കുക. ഇനി 2 സവാള ഞാൻ അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇടാം. സവാള ഇട്ടിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഉപ്പിടാം. 1 സ്പൂൺ ഉപ്പിടാം. കാരണം ചിക്കനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പിടാം. നല്ലോണം വാട്ടി ഈ ഉള്ളിയൊക്കെ ഇളകി വീഴണം. അത് കണക്ക് തന്നെ നല്ലോണം ചുമക്ക വാട്ടിയെടുക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം നല്ല മൂത്ത് വരുന്ന സമയത്ത് ദാണ്ടെ പട്ടയും 2 ഏലക്കായും ഇച്ചിരി പെരിഞ്ജീരകവും കൂടെ ഇതിലോട്ട് പൊടിച്ചിങ്ങനെ ഇടണം. നല്ലോണം വാടി കണ്ടോ, ഇതേപോലെ നല്ല ഉള്ളിയുടെ തൊലി ഇതളെല്ലാം ഇങ്ങനെ വിട്ട് വരണം. അപ്പോഴാണ് ഇതിൻ്റെ പരുവാവുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇനിയും കുറച്ചും കൂടെ കിടന്ന് നല്ലോണം മൂക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ കുറച്ച് വാടിയിട്ടുണ്ട്. ഇനി അതിനകത്ത് നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഇതിനകത്ത് ഇടുന്ന നല്ല മിക്സ് ചെയ്ത് എല്ലാം കൂടെ നല്ലോണം വാടിക്കോളും കേട്ടോ. അപ്പോൾ ദാണ്ടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി എല്ലാം തേങ്ങാക്കൊത്തും എല്ലാം ഇട്ട് നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചിക്കനകത്ത് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് വീണ്ടും നമ്മൾ ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടി ഇടണം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടണം. കണ്ടില്ലേ? ഇട്ടിട്ടുണ്ട്. അതും ഇതിനകത്ത് മിക്സ് ചെയ്യണം. ഇത് നല്ലോണം ഇതിനകത്ത് നല്ലോണം മൂത്ത് വരണം. ആ പച്ചമണം മാറുന്നിടം വരെ ഇതിനകത്ത് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ തന്നെ ഒരു ഉള്ളി മസാല പോലെയായി. നല്ല മണം കേട്ടോ, അടിപൊളി മണമാണ്. ഇഞ്ചിയുടെയും എല്ലാത്തിൻ്റെയും നല്ല മണമാണ്. ഇനി നമുക്ക് ചിക്കൻ ഇടാം. ഇതേ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഈ ചിക്കനും മസാലകളെല്ലാം നല്ലോണം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തിളപ്പിച്ച വെള്ളമാണ് ചേർക്കേണ്ടത് കേട്ടോ. ഇതേ 1 കപ്പ് വെള്ളം. ഒന്ന് മിക്സ് ചെയ്യുക. നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല തിള വന്ന ഉടനെ സിമ്മിലാക്കുക. നമ്മൾ സാധാരണ അടുപ്പിലല്ല, അടുപ്പ് കനലെല്ലാം മാറ്റി അടുപ്പിൽ ഇങ്ങനെ ഇപ്പോൾ ആക്കിയിടും. അപ്പോൾ ഇത് അതിൽ കിടന്ന് തന്നെ ഇത് നല്ല ചെറിയ തീയിൽ വേവണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ അരപ്പെല്ലാം വറ്റിപ്പോവും. അപ്പോൾ ചെറിയ തീയിൽ വേണം ഇത് വെന്തെടുക്കാൻ. ഇപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടയ്ക്കാം. അടച്ച് സിമ്മിലാക്കുക. ഇനി ഇതിനകത്ത് ചേർക്കുന്നത് 1 അരമുറി തേങ്ങയുടെ പാലാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇനി അതും കൂടെ ചേർക്കണം. ഇത് വെന്ത് കുറുകി വരുമ്പോൾ അരമുറി തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഇറക്കിയാൽ മാത്രം മതി. അപ്പം ചിക്കൻ കറിയൊക്കെ ഒരുമാതിരി റെഡി ആയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ ഇത്രയും നേർത്ത് കറി ഇരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് വറ്റിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഇന്നിനി കറണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് തേങ്ങാപ്പാൽ എനിക്ക് ലാസ്റ്റേ ഒഴിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇനി 3 മണിക്കേ വരുത്തോളെന്നാണ് മൊബൈലിൽ കിടക്കുന്നതെന്ന്. അപ്പോൾ അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുമ്പോൾ ഇത് ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കി ഒന്ന് ചെറിയ ചൂടോടുകൂടി അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് കഴിക്കാൻ നേരത്ത് മാത്രമേ മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നല്ല തേങ്ങയുടെ എണ്ണയൊക്കെ ഇറങ്ങി നല്ല കറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നേർത്തിരിക്കണമെങ്കിൽ ഈ പരുവത്തിലിട്ട് നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാം. പക്ഷേ എനിക്ക് ഈ പരുവത്തിലല്ല വേണ്ടുന്നത്. എനിക്ക് ഇച്ചിരിയും കൂടെ കട്ടിയായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ നാടൻ കറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതുകൊണ്ട് ഞാനിതൊന്ന് വറ്റിച്ചെടുക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. അടിപൊളിയാണേ. ഓക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാടൻ ചിക്കൻ കറി ഇതേ കണക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. എന്തോരം മണമാണെന്നറിയാമോ? ഇപ്പം തന്നെ ഇത് തുറക്കുമ്പം തന്നെ ഇങ്ങനെ പുകയിൽ തന്നെ ചിക്കൻ്റെ മസാലയുടെയൊക്കെ മണം ഇങ്ങനെ പുറത്തോട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഉപ്പൊക്കെ ഞാൻ നോക്കി, ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. പക്ഷേ എനിക്കിതാ ഈ വെള്ളം കുറച്ചും കൂടെ നമുക്ക് ഇത്രയും കറി ആവശ്യമില്ലാത്തത് കൊണ്ട് കുറച്ചൊന്ന് വരട്ടിയെടുത്ത് ഞാൻ എടുത്ത് മാറ്റത്തതേ ഉള്ളൂ കേട്ടോ. നമ്മളെ പണ്ടത്തെ വീട്ടിലൊക്കെ ഇത്രയും കറിയൊക്കെ തന്നെ എല്ലാവർക്കും ഇങ്ങനെ എടുത്ത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് എല്ലാവർക്കും തരുന്നത്. നല്ല ചൂട് ചോറും ഇറച്ചിക്കറിയും മാത്രം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് പക്ഷേ
ഇപ്പം എനിക്ക് ഈ ഇത്രയും വെള്ളം എനിക്ക് വേണ്ട. അപ്പോൾ ഇത് ഞാനൊന്ന് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കും കേട്ടോ. ഓക്കെ.